സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പേടിയാണ്. പേടി മറ്റൊന്നിനെയുമല്ല, എന്നെ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ഉള്ള അമർഷം എങ്ങനെയൊക്കെ പുറത്തു പോകും എന്നതിനെക്കുറിച്ചുള്ളൊരു ഭയമുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അൾത്താരപാലനായിട്ട് ഞങ്ങളുടെ കാഞ്ഞൂര് പള്ളിയിൽ ചെന്ന് കപ്പ്യാര് കുഞ്ഞിപ്പലോ ചേട്ടൻ്റെ ശിക്ഷണത്തിലാണ്. കപ്പ്യാര് കുഞ്ഞിപ്പലോ ചേട്ടൻ ഒരു ദിവസം, അപ്പോൾ എന്നെ വലിയ ഇഷ്ടമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ചാടി ഓടി ചെയ്യും. അപ്പോൾ ഒരു ദിവസം കുഞ്ഞിപ്പലോ ചേട്ടൻ പറഞ്ഞു, കുർബാന കഴിഞ്ഞു, അടുത്ത കുർബാനയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അൾത്താരയിലിരിക്കുന്ന ബലിവേദിയിലിരിക്കുന്ന കാസയും പീലാസയും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ കാസയും പീലാസയും നേരെ ചെന്ന് കൈകൊണ്ട് എടുത്തു കൊണ്ടുവന്ന് സങ്കീർത്തിയിലേക്ക് കൊണ്ടുവന്ന വഴി, അവിടെ വെച്ച വഴി എന്നെ ഒരൊറ്റ അടി തന്നു. എനിക്ക് എന്തിനാന്ന് മനസ്സിലായില്ല. എന്നോട് ആരത് കൈകൊണ്ട് പിടിക്കാൻ പറഞ്ഞ് ആ സംഗീതം കൂടി കൂട്ടി പിടിക്കേണ്ടതായിരുന്നു എന്നതാണ് അന്ന് കുഞ്ഞിപ്പലോ ചേട്ടൻ പറഞ്ഞു തന്നൊരു കാര്യം. അതുപോലെ അദ്ദേഹം രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അൾത്താരയിൽ കയറില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അൾത്താരയിൽ കയറില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇതുപോലെ അത്രയും പവിത്രമായിട്ടുള്ള അൾത്താരയെ അലങ്കോലപ്പെടുത്തിയ അന്ന് വൈകുന്നേരം ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ അപ്പോൾ വന്നുകൂടിയ ചേർത്തലക്കാരും ഞങ്ങളൊക്കെ കൂടി ഇതിൽ അൾത്താരയിൽ കയറി അലങ്കോലപ്പെടുത്തിയവർക്കെതിരെ ഞങ്ങൾ പറഞ്ഞു, ഇന്ന് പണി കൊടുത്തിട്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തതാണ്. പക്ഷെ ഞങ്ങൾ ആ തീരുമാനമെടുക്കുന്നത് ഏതോ ഒരു അച്ഛൻ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഓടിച്ചെന്ന് പാറേക്കാട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവര് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത്, മിക്കവാറും അവർ കയറി അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഓടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യരുത്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനേക്കാൾ ഉപരി നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കൈയും കാലും പിടിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ശാന്തമാക്കി അന്ന് പോകുന്നത്. പിന്നീട് പല അവസരങ്ങൾ നമുക്കുണ്ടായപ്പോഴൊക്കെ തന്നെ നമ്മുടെ വൈദികര് അതിലൊന്നും നിങ്ങൾ തുനിയരുത് എന്ന് പറഞ്ഞതാണ്. നമുക്കറിയാം, നമ്മുടെ KCYM-ന്റെ അതിരൂപത ഡയറക്ടറായിട്ട് സേവനം ചെയ്ത ജൂലിയസ് അച്ഛനെ പുറകിൽ നിന്ന് ചവിട്ടിയവനെ അന്ന് തന്നെ അവന്റെ കാല് കുടിക്കണം എന്ന് തീരുമാനിച്ചതാണ്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ KCYM-ലെ മുതിർന്ന ആൾക്കാരെല്ലാവരും സംഘടിച്ചതുമാണ്. പക്ഷേ അപ്പോഴും ജൂലിയസ് അച്ഛൻ പറഞ്ഞത്, ഒരു കാരണവശാലും അങ്ങനെ ഒരു നടപടി എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യരുത് എന്നാണ്. കാരണം നിങ്ങളെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് തീവ്രവാദികളാക്കാനല്ല, മനുഷ്യനാക്കാനാണ്. അത്തരത്തിലുള്ള സമീപനമാണ് നമ്മുടെ വൈദികരുടെ ഭാഗത്തുണ്ടായത്. എൻ്റെ ഇപ്പോഴത്തെ വിഷമമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള സമീപനം അല്പം കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം തൻ്റെ പെരുമാറിൽ കുത്തിയവനോട് പോലും ക്ഷമിക്കാൻ പറഞ്ഞ ഈശോ ദേവാലയം അശുദ്ധമാക്കിയത് കണ്ടപ്പോൾ ചാട്ടവാറാണ് എടുത്തത്. ആ സമയത്ത് ക്ഷമിക്കാൻ പറഞ്ഞ ഈശോയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം താഴ്ന്നുവോ അത്രത്തോളം നമ്മുടെ തലയിൽ കയറിയത് ചെവി തിന്നുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഈ അതിരൂപത കാര്യാലയം എന്ന് പറയുന്നത് 1% പോലും നീതി ലഭിക്കാത്ത ഒരു സ്ഥലമാണ്. ഇത് ഇപ്പോഴല്ല, KCYM-ന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് ഇവിടെ മെഡിക്കൽ കോളേജ് വേണം എന്ന് ആവശ്യവുമായി വന്ന അവസാനം വർഗീയവിധത്തിൽ പിതാവ് പറഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജ് അത് അത്ര യോജിച്ചതല്ല എന്നൊരു തീരുമാനം വന്നപ്പോൾ അന്നത്തെ KCYM-ലെ അംഗങ്ങളിൽപ്പെട്ട ഞാനടക്കമുള്ള ആൾക്കാർ പിതാവിനെ കാണാൻ ചെന്നു. എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇതുപോലെ ഒരു മെഡിക്കൽ കോളേജ് പാടില്ല എന്ന് പിതാവ് തീരുമാനിച്ചത് ശരിയായില്ല എന്ന് പറയും. എൻ്റെ അന്നത്തെ അതിരൂപതയുടെ പ്രസിഡന്റായിരുന്ന AJ തോമസ് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് അത് പാടില്ല എന്ന് പിതാവ് തീരുമാനിച്ചത് ശരിയായില്ല.
അപ്പോൾ അന്ന് വർക്കി വിധാനത്തിൽ പിതാവ് പറഞ്ഞ് ഞാൻ ഇന്നും എൻ്റെ ചെവികളിലുണ്ട്. ആര് പറഞ്ഞു നമുക്കത് വേണ്ട എന്ന്? ഞാൻ പറഞ്ഞത് നമുക്കിത് അനുയോജ്യമല്ല എന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി ഇതിനെക്കുറിച്ച് പഠിച്ച് എനിക്കൊരു റിപ്പോർട്ട് തരാനാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ നേതാക്കന്മാര് എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി വിവിധ മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ചതിന് ശേഷം ഒരു ദിവസം വിളിച്ചിട്ട് പറയും നമുക്കൊന്ന് കൂടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് എൻ്റെ പിതാവൊക്കെ മരിച്ച് ബിസിനസ്സുമായിട്ട് ഓടിപ്പായുന്ന കാലമായതുകൊണ്ട് റിപ്പോർട്ടിനൊന്നും പോകാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായില്ല. അന്ന് വീണ്ടും കൂടി കഴിഞ്ഞപ്പോൾ ഈ പോയി റിപ്പോർട്ട് ശേഖരിച്ച നമ്മുടെ KCYM-ന്റെ അതിരൂപത ഭാരവാഹികൾ പറഞ്ഞു പിതാവ് പറഞ്ഞതാണ് ശരി, നമുക്കിത് അനുയോജ്യമല്ല. ഈ വിവരം പറയാനായി ഞങ്ങൾ വർഗീയ വിധത്തിൽ പിതാവിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഇതാ വരുന്നു എറണാകുളത്തിന്റെ യുവ തുർക്കികൾ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എന്താണ് വിശേഷം? പിതാവ് പറഞ്ഞതാണ് ശരി, നമുക്ക് ഇത് വേണ്ട. അപ്പോൾ പിതാവ് അപ്പൊ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വേണ്ട എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അനുയോജ്യമല്ല എന്നാണ് എൻ്റെ ഭാഷ എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ പറഞ്ഞു എന്തുകൊണ്ട് വേണ്ട എന്ന് പറയാൻ പറഞ്ഞപ്പോ ഈ പോയി അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോ പിതാവ് തന്റെ ഷെൽഫിൽ നിന്ന് ഒരു ഫയലെടുത്ത് നമ്മുടെ ഭാരവാഹികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് മറിച്ചു നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമുള്ള ഇന്ത്യയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള 10-15 പേരുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം അത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് വച്ചിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അത് നാശത്തിലേക്കുള്ള വഴിയാ. 1 മാസം പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ദൈവവചനമാണ്, അതുകൊണ്ട് നമുക്ക് അനുയോജ്യമല്ല എന്ന് തീരുമാനമെടുത്തത്. അത്രയ്ക്കും ഭംഗിയായി ഈ അതിരൂപതയെ നയിച്ച പിതാക്കന്മാരുടെ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ കയറി വന്ന് ഇത് കുളമാക്കുന്നത് കണ്ടാൽ നമുക്ക് എങ്ങനെ സഹിക്കും? നമ്മുടെ അൾത്താര അലങ്കോലമാക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ആർക്കും പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. നമുക്ക് ആർക്കും പറ്റത്തില്ല. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോ, വിശുദ്ധ കുർബാന നാവിലേക്ക് തരുമ്പോ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പല്ലുകൊണ്ട് തൊടാതെ കഴിക്കണമെന്നാണ്. പല്ല് തൊടാതെ കഴിക്കണം, അത്രയ്ക്കും പൂജ്യമായതാണെന്ന് നമ്മുടെ കുഞ്ഞു മനസ്സിൽ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. പിന്നീട് അതിനൊരു മാറ്റം വന്നത് NBCLC-യിലെ 10 ദിവസത്തെ ക്ലാസ് കൂടിയപ്പോഴാണ് ഞാനൊക്കെ അതിനൊരു അല്പം മാറ്റം വരുത്തിയത്. ഇന്നും ഒരാൾ പോലും അത് പല്ലുകൊണ്ട് തൊടാതെ കഴിക്കാൻ എന്തെങ്കിലും മാർഗം കൊണ്ട് കഴിക്കുന്ന രീതിയാണ്. അത്രയും പൂജ്യമായ വസ്തുക്കളെയൊക്കെ ഇത്രയും അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് അവർക്കൊക്കെ ഇവിടെ കാലഴി മുത്താനും കയ്യഴി മുത്താനും ഒക്കെ വിളിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അവരെ അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് ഒറ്റ വാക്കിൽ ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ഒരു മടിയുമില്ല. അവരെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവർ ഞങ്ങളുടെ അധികാരികളല്ല. കാരണം എളിമയും വിനയവും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിക്ക് മുൻപും ഇതുപോലുള്ള അവസരങ്ങൾ ബഹുമാനപ്പെട്ട ജോയ്സ് അച്ഛന്റെ ഒപ്പം ഞങ്ങളിവിടെ മദ്യനിരോധന പ്രസ്ഥാനവുമായിട്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് ഇവിടെ 4 ദിവസം ഈ സ്വാഗതത്തിന്റെ ഫ്രണ്ടില് ഇതുപോലെ നിരാഹാരം കിടന്നതാണ്. 4ാമത്തെ ദിവസം വെളുപ്പിന് ഞാൻ 4 മണിയായപ്പോ എഴുന്നേറ്റപ്പോ കാണുന്ന കാഴ്ച ബഹുമാനപ്പെട്ട വർഗീസ് കൈതാരത്തും അതിന്റെ ചുറ്റും കുറച്ച് ആൾക്കാരിരുന്ന് തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം ചോദിച്ചപ്പോ പറയുന്നു, ഇന്നലെ രാത്രി 11:30-12 മണിയായപ്പോ, അന്ന് നമുക്ക് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ അങ്കമാലി പള്ളിയിലേക്ക് ഒരു ഫോൺ വന്നു. നാളെ രാവിലെ തന്നെ ജോയ്സ് അച്ഛനോട് പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് പെട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ ചോദിച്ചു അതെങ്ങനെ ശരിയാവണേ? വൈകുന്നേരം അങ്കമാലി മേഖലയിലെ മുഴുവൻ മദ്യനിരോധന സമിതി പ്രവർത്തകരും ഇവിടെ വന്ന് ജാഥയായി വന്ന് അതിന്റെ നിരാഹാരം അവസാനിപ്പിക്കാനായി ബഹുമാനപ്പെട്ട വർഗീയ വിധത്തിൽ പിതാവ് വന്ന് നാരങ്ങ നീര് കൊടുത്ത് അവസാനിപ്പിക്കുമെന്ന് നോട്ടീസ് അടിച്ച് നാട് മുഴുവൻ പ്രചരണം നടത്തി വലിയൊരു പ്രകടനത്തിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുമ്പോൾ പറയുകയാണ്, ഇന്നലെ ഏതോ ഒരു സമിതി, ഇപ്പൊ കുറെ സമിതികളുണ്ടല്ലോ, ഏതൊക്കെയാണെന്ന് ദൈവതമ്പുരാന് മാത്രം അറിയാം, ഏതോ ഒരു സമിതി കൂടി തീരുമാനിച്ചു വൈദികർ ഇനിമേലിൽ നിരാഹാരം കിടക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ
ജോയ്സ് അച്ഛനോട് എത്രയും പെട്ടെന്ന് രാവിലെ തന്നെ നിരാകാരം അവസാനിപ്പിച്ച് പോകണം. ഞാൻ വറീസനോട് ചോദിച്ചു, വറീസേട്ടൻ എന്ത് അക്രമമാണ് ഈ പറയുന്നത്? ആൾക്കാരൊക്കെ തല്ലിക്കൊല്ലില്ലേ നമ്മളെ? 4ാമത്തെ ദിവസം വന്ന് ഓർക്കണം. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് പോൾ കല്ലുകാരൻ അച്ഛൻ്റെ അടുത്തേക്കാ, കാഞ്ഞൂര്. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, അരമനയിൽ നിന്ന് അങ്ങനെ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എതിര് പറയുക? നിങ്ങൾ നേരെ അരമനയിലേക്ക് എല്ലാം പറയുക. അരമനയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അരമനയുടെ വാതിൽക്കൽ ചെന്നപ്പോഴേക്കും അന്നത്തെ വികാരി ജനറലാണെന്ന് എനിക്ക് തോന്നുന്നു ചക്കിയത്ത് അച്ഛൻ, അന്ന് പിതാവല്ല, വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ആവശ്യം, നിങ്ങൾ എന്തിനാണ് അതിന് വന്നത്? ഇവിടെ ഒരു അറിയിപ്പ് കൊടുത്താൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം ജോയ്സ് അച്ഛനുണ്ട്. അതുകൊണ്ട് അപ്പൊ വൈകുന്നേരം പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ ഉണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് നടന്നോളും. അച്ഛനോട് അത് അവസാനിപ്പിക്കാനാ പറഞ്ഞേക്കണേ. ഞങ്ങളെ പിതാവിനെ കാണണം, പറ്റത്തില്ല. ഞങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റത്തില്ല. കുറെ നേരം ഈ വറീസേട്ടൻ അയൽവക്കക്കാരനായ കാരണം വറീസേട്ടൻ കൈയും കാലും പിടുത്തം തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോ കൈയും കാലും കുടഞ്ഞു കളഞ്ഞ് ഞാൻ ആ ഡോറ് ചവിട്ടി തുറന്ന് മോളിൽ പോയി പിതാവിന്റെ റൂമിന്റെ ഫ്രണ്ടില് ചമ്പരപ്പടി ഇട്ടിരുന്നത്. പിതാവിനെ കണ്ടിട്ടേ പോകൂ. കാരണം ഇവിടത്തെ വൻകിട കൊള്ള സംഘമായിട്ടുള്ള അബ്കാരി മുതലാളിമാരോട് പോരാടുന്ന ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല. ഞാൻ പോരാടിയിട്ട് എനിക്ക് വലിയ സമ്മാനം കിട്ടിയത് എന്റെ പ്രായമുള്ള എന്റെ ലോറിക്ക് തോട്ട വെച്ച് തകർക്കുകയാണ് ചെയ്തത്. എന്നിട്ടും തകരാതെ ഞങ്ങൾ പൂട്ടിച്ചിട്ടേ കയറിയിട്ടുള്ളൂ. ചാരായ ഷാപ്പ് പൂട്ടിച്ചിട്ടേ കയറിയിട്ടുള്ളൂ. അതിനുള്ള പ്രത്യാഘാതങ്ങളൊക്കെ എന്റെ കോൺട്രാക്ട് വർക്കിന് ഒരുപാട് പരാതികളൊക്കെ പോയി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടു. പക്ഷേ സത്യത്തിന് നീതിക്കും വേണ്ടി പോരാടിയത് കൊണ്ട് തമ്പുരാൻ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തന്നു എന്നുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന് നേരെ പിതാവിനെ കാണാൻ വേണ്ടി പണി പാളിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിലോടുന്നു ഇതിലോടുന്നു. അവസാനം പിതാവിനെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു. ഞങ്ങൾ സ്തുതി ചൊല്ലി അവിടെ ഇരുന്നു. ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ പറയുന്നു, ഞാൻ വൈകുന്നേരം വന്ന് നാരങ്ങാ നീര് കൊടുത്ത് അവസാനിപ്പിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, ഞാൻ അതിനുള്ള പ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേൾക്കണേ, ഞങ്ങളോട് പറയുന്നു ഇത് കാലത്ത് കട്ടയം പണി എടുത്തുകൊണ്ട് പൊക്കോളാൻ. അങ്ങനെ പിതാവ് അപ്പൊ തന്നെ സെക്രട്ടറി വിളിച്ചു, ആരാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പോഴാണ് അന്വേഷിച്ച് പറയുന്നത്, ഇനി മുതൽ വൈദികർ ഇതുപോലെ റോഡരികിൽ നിരാഹാരം കിടക്കേണ്ടതില്ല. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഈ പ്രഖ്യാപനം എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു തീരുമാനമെടുത്തത് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ബഹുമാനപ്പെട്ട വർഗീയവിധേയത്തിൽ പിതാവ് വന്ന് നാരങ്ങാ നീര് കൊടുത്ത് ജോയ്സ് അച്ഛനെ ആ നിരാഹാരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയതാണ്. പിന്നീട് കണ്ട കാഴ്ച, ജോയ്സ് അച്ഛൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, എല്ലാം തുറന്ന് പറയുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല അച്ഛൻ. പിന്നെ അച്ഛനെ ഒരൊറ്റ വിടപ്പറപ്പിക്കലാണ്. മദ്യനിരോധന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന അച്ഛനെ തന്നെ ആ സമയത്ത് പഠിപ്പിക്കാണ്ടിരിക്കാനോ റൂമിലേക്ക് അയച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതോടുകൂടി ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് പോയതാണ്. പിന്നീട് ഞാൻ വൈസ് ചെയർമാനായി ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ നമ്മുടെ അതിരൂപതയുടെ പ്രശ്നവുമായിട്ട് എന്നോടൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറയുന്നത്. പിന്നീടുണ്ടായ പല പ്രശ്നങ്ങളിലും അതിരൂപതയുമായി ബന്ധപ്പെട്ടപ്പോഴൊന്നും എനിക്ക് ഇന്ന് വരെ അവിടെ ഒരു നീതി നടപ്പായി എന്ന് ബോധ്യമില്ല, ഇനിയിട്ടുണ്ടാവുമെന്നും ബോധ്യമില്ല. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലെ ഏറ്റവും ശുദ്ധനായിട്ടുള്ള വേഴപ്പറമ്പിൽ കൊച്ചുവർക്കി എന്ന് പറയും, വാഴപ്പള്ളി കൊച്ചുവർക്കി എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ സഭ വിട്ടുപോയി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, 1% നീതിയില്ലാത്തിടത്ത് ഞാൻ എങ്ങനെ നിൽക്കും? 1% നീതിയില്ലാത്തിടത്ത് ഞാൻ എങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പെന്തക്കോസ്ത് സഭയിലാവോ. അറിയാവുന്നവർക്കറിയാം വാഴപ്പള്ളി കൊച്ചുവർക്കി ചേട്ടൻ ആരായിരുന്നു, ഇപ്പോൾ ആരാണെന്നുള്ളത്. അപ്പോ അത്തരത്തിൽ ഇത് ഇനി മേലിൽ ഈ കാഞ്ഞൂർ ഇടവക എന്നോട് ബഹുമാനപ്പെട്ട കണിയാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, പോകണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ പോകില്ല. കാരണം അവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കണ്ട, അവിടെ നീതി ഉണ്ടാവില്ല, ഉറപ്പാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാൻ അതിരൂപതയിലെ 3-4 കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടാന്ന് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു, ഞാൻ മനഃപൂർവ്വം പറഞ്ഞ പോകാണ്ടിരിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോ നമ്മുടെ ഒരു ഭൂമി മേടിച്ചിട്ടുള്ളത് ഒരു കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു സുഹൃത്താണ്, കാക്കനാടുള്ളതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല.
അദ്ദേഹവുമായിട്ട് എനിക്ക് ഒരു 30 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ അതിരൂപതയുടെ ഭൂമിയൊക്കെ നിങ്ങൾ തട്ടിച്ച് മേടിക്കണേ എന്തിനാണവി എന്ന് ചോദിക്കുകയാണ്. പിന്നെ പറഞ്ഞ തെറിയുണ്ടല്ലോ, ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത തെറി എന്നെ പറഞ്ഞു. എൻ്റെ കൂടെ ഇപ്പൊ ഇരിക്കണ കൂരിയയിലിരിക്കണ ഒരു കാട്ടുകള്ളന്റെ പേരും കൂടി കൂട്ടിച്ചേർത്തിട്ടാ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോ ഞാൻ പറഞ്ഞു, പൊന്നു ചങ്ങാതി ക്ഷമിക്കണം. പിന്നാലെ വന്ന മകൻ, അദ്ദേഹത്തിന്റെ മകൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്റെ പൊന്നിക്ക, അയാളെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ്. പിന്നെ കേട്ട കഥ, ആ പയ്യൻ പറഞ്ഞ കഥ, എന്നെ പള്ളിപുത്രാന്ന് വിളിക്കണേ, എന്നെ എപ്പോ വിളിച്ചാലും ഞാൻ പള്ളിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കാറുണ്ട്. പിന്നെ അവിടെ കാക്കനാട് മേഖലയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവൻ പറഞ്ഞ കഥ കേട്ടിട്ട് ആ സമയത്ത് ഒരു തോക്കുണ്ടാണെങ്കിൽ പോയി വെടിവെച്ച് കൊന്നാലും ഒരു പാപമില്ല എന്ന് എനിക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് മോശമായ ചരിത്രമാണ് ഇപ്പോഴത്തെ കൂരിയയിലെ ഒരു പുതിയ സാധനത്തിന് അവിടെ കയറ്റിയിരുത്തേക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പറയാ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ആഹാ, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. ഞാൻ ഇന്ന് ഞങ്ങളുടെ ഷട്ടിൽ കളിക്കുന്നിടത്ത് 1-2 വാദപ്രതിവാദങ്ങൾ ഉണ്ടായപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പൊ എല്ലാം അനുസരിക്കണോ? എല്ലാം അനുസരിക്കണം. എന്നിട്ട് എന്താ നീ അനുസരിക്കാഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തരവില്ല. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്നീ അനുസരിക്കാഞ്ഞ് ഈ അധികാരികളെ അനുസരിക്കണം എന്നുള്ള നിയമം ഉള്ളപ്പോ തന്നെയാണല്ലോ അദ്ദേഹവും ജീവിച്ചത്. എന്നിട്ടെന്ത് ഈ അധികാരികളെ അദ്ദേഹം അനുസരിക്കാതിരുന്നത്? അവിടെ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ പോരാടുന്ന ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തന്നേക്കണേ. അതുകൊണ്ട് തന്നെ ചങ്ക് വിരിച്ചു നിന്നുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിന്റെ സഭയ്ക്ക് മുറിവേൽപ്പിക്കപ്പെടുന്നവർക്കെതിരെ ശക്തമായി പടവാളെന്താൻ ഇവിടെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് 34 രൂപതകൾ അനുസരിച്ചില്ല? ഞാൻ തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ വർക്ക് ചെയ്ത കോൺട്രാക്ടറാണ്. തൃശ്ശൂരിലുള്ള പ്രഗത്ഭമായ ഒരു കുടുംബത്തിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനായിട്ട് ഞാൻ സംസാരിച്ചു പറയാ, ആൻഡ്രൂ സ്ഥാനത്ത് ഈ മെത്രാനായതിൽ പിന്നെ ഞാൻ നമ്മുടെ സിറിയൻ കാത്തലിക്കിന്റെ ഒറ്റപ്പള്ളിയിൽ പോയി തൃശ്ശൂർ കുർബാന കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് മോശം ചരിത്രമുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയല്ലല്ലോ സാറേ കേട്ടേക്കണേ. നിങ്ങളെങ്ങനെ കേട്ടേക്കണെന്ന് എനിക്കറിയാൻ വേണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലത്തെ ചരിത്രം തൃശ്ശൂർ മൊത്തമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പട്ടം നടത്തി ഞങ്ങളുടെ ഇടവകയിലെ ഒരു പയ്യന്റെ നെൽസന്റെ അവിടെ ചെന്നപ്പോ അവിടെയുള്ള ആൾക്കാർ കൂടെ സജീവമായിട്ട് ആ പട്ടത്തിന് ഇടപെട്ടിരിക്കുന്നു. അവിടെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള കോൺട്രാക്ടറെ കണ്ടു. ഇവിടെ എങ്ങനെയാ മാഷേ എന്ന് ചോദിച്ചു പറയാ, എന്തുട്ട് ചേട്ടാ ആ കുർബാന കാണാൻ പോയി എപ്പോഴാ അന്ത പിടിക്കും, എന്തുട്ട് പറയണമെന്നില്ല, ഞങ്ങൾ ആ മൂലികടുത്ത് പോയി. അപ്പൊ ഞങ്ങളവിടെ സമരം ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് അത്രയും കടുപ്പമില്ല, അതാ കുഴപ്പം. അത് നിങ്ങളുടെ കൂടെ കൂടിയെങ്കിൽ മതിയായിരുന്നു, കുർബാന കാണണമെന്നൊന്നുമില്ല. ചങ്ങനാശ്ശേരിയില് ഉള്ളൊരു സുഹൃത്തിന്റെ ഭാര്യ പുള്ളി എനിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കും. ചില പോസ്റ്റുകൾ നമ്മുടെ MTNS പോസ്റ്റൊക്കെ ഇടും. ഞാൻ 1-4 വെച്ച് തിരിച്ചു കൊടുക്കും. അപ്പൊ പുള്ളി നിർത്തി. അദ്ദേഹത്തെയും ഭാര്യയും ഒരുമിച്ച് കണ്ടപ്പോ അദ്ദേഹം എനിക്കിട്ട് ചൊറിഞ്ഞ വഴി തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പറയാ, എന്നെ അച്ചായ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടോ? ഇപ്പൊ ഏതാണ്ട് വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടുപോകാൻ പോലെ ഏതാണ്ട് സാധനമൊക്കെ കുലുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, ഭയങ്കര അരോചകമായിട്ട് തോന്നുക എന്ന് പറഞ്ഞു. എടുത്ത വഴി അദ്ദേഹം പറയാം, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇവൻ മറ്റേതിന്റെ ആളാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഗതികേട് കൊണ്ട് ഇത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് മാറി കാണാനുള്ളത്. ഇവിടെ പാറേക്കാട്ടിൽ പിതാവ് വിഭാവനം ചെയ്ത ഒരു ആത്മായ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇതിനെതിരെ പോരാടുന്നത്. ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവജനമാണ് സഭ എന്ന 2-ാം വത്തിക്കാൻ സൂനകദോസിന്റെ ആ വചനം അല്ലെങ്കിൽ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായി, അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാര് തയ്യാറായി. മറ്റുള്ള പള്ളികളിൽ ഇനി കോട്ടയം, പാലാ, ചങ്ങനാശ്ശേരി മേഖലയിലെ നമ്മുടെ കുടുംബ യൂണിറ്റ് വാർഷികം ഒരു ദിവസം തന്നെ എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരമാണ്, കുടുംബ യൂണിറ്റിന്റെ വാർഷികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വാർഷികത്തിന് പോകണേ, കുർബാന തുടങ്ങാൻ നേരമായി, ഈ നേരത്തെ എപ്പോഴാ കുർബാന എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് വാർഷികം നടക്കുന്ന വീട്ടിൽ കുർബാന. വീട്ടിൽ കുർബാനയോ എന്ന എടുത്ത വഴി അദ്ദേഹം ചോദിക്കുന്നത്, വീട്ടിൽ കുർബാനയോ?
അപ്പൊ ഞാൻ പറഞ്ഞു, ആ വീട്ടില് കുർബാന അങ്ങനെ ചെല്ലാൻ പാടുണ്ടോ? എന്താ കുഴപ്പം? ഞങ്ങള് വർഷങ്ങളായിട്ട് ചെല്ലാറുണ്ടല്ലോ. 40 കുടുംബ യൂണിറ്റുകളിൽ 40 വീട്ടുകാർക്ക് കിട്ടുന്ന ഒരു വലിയ മഹാഭാഗ്യമാണ്. ഇവിടെ 10ഉം 14 വീട്ടുകാർ മത്സരിച്ച് നാക്കെട്ടെടുത്തൊക്കെയാണ് ഞങ്ങൾ കുർബാന കിട്ടുക. അത് വലിയൊരു ഭാഗ്യമാണ്. പുള്ളി ഒരു 5 മിനിറ്റോളം ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഭാഷയാണ്, എന്തൊരു ഭാഗ്യല്ലേ. അദ്ദേഹം ചോദിക്കുകയാണ്, ദിവസവും കുർബാനയ്ക്കൊക്കെ പോണ ആളാണ്, നല്ല ഭക്തിയുള്ള ഒരാളാണ്. എന്തൊരു ഭാഗ്യല്ലേ നമ്മുടെ വീട്ടിലൊരു കുർബാന കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങോട്ട് പോരെ, 10 സെന്റ് സ്ഥലം തരാം, നമുക്ക് ഇവിടെ കൂടാം. ഓ, ഇങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ കൂടാം. ഇതാ സ്ഥിതി, ഇതാണ് സ്ഥിതി. അവിടെ കുറെ അടിമക്കൂട്ടങ്ങളായിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നമുക്കറിയാം MTNS ചാനൽ എടുത്തു നോക്കിയാൽ ഒരെണ്ണം ഒരു നിലവാരമുള്ളതായിട്ട് എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല. കുറെ അട്ടപ്പാടി കുട്ടപ്പന്മാരിരുന്ന് തട്ടി കൊടുത്തോണ്ടിരിക്കുക. ഒരാൾ തന്നെ ഒരു 150 പോസ്റ്റ് അങ്ങ് ഇടും. ഇതാ സ്ഥിതി. ഇതിന്റെ ഒക്കെ മറുപടി ഇടാൻ പോയാൽ നമ്മുടെ നിലവാരം പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ പതുക്കെ നിർത്തി വെച്ചേക്കുക. അതിന് കുട പിടിക്കാൻ പറ്റിയ കുറച്ച് എണ്ണങ്ങൾ അവിടെ ഇവിടുന്നൊക്കെ ഏത് ഇടവകയിൽ ചെന്നാലും ഈ പറയുന്ന 50-50കാരുടെ പാരമ്പര്യവും അവരുടെ പ്രവർത്തനവും കണ്ട കൃത്യമായിട്ട് അറിയാം ഇവരുടെ ശരിയായ രൂപം എന്താണുള്ളത്. ഞങ്ങളുടെ ഇടവകയിലും കുറച്ചെണ്ണങ്ങൾ, ഒന്ന് ഇടുക്കിക്കാരൻ ഒരുത്തൻ വന്നു കയറി. അവൻ വന്നു കയറിയിട്ട് അവനാണ് അവിടുത്തെ ശില്പി. അവനൊരുമാതിരി ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അവനോട് ഇനി പറഞ്ഞിട്ടുണ്ട് മിക്കവാറും പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു. അടുത്ത ഒരുത്തം വന്നു കയറിയിട്ടുണ്ട്. ഇപ്പോ തീപ്പന്തം എന്താ പറയണേ, പുള്ളി ലാറ്റിൻ ഇതിൽ നിന്ന് ഇവിടെ ഒന്ന് കൂടിയേക്കണതാ. പുള്ളിയാണ് ഇപ്പോ കാഞ്ഞപ്പള്ളിയിലെ വരുമാനം കുറയ്ക്കാനുള്ള എന്റെ ഒരു നോട്ടീസ് ഇറങ്ങിയോട് കൂടിയാണ് കാഞ്ഞപ്പള്ളിയിലെ ഞായറാഴ്ച പിരിവ് കുറഞ്ഞു പോയത് എന്ന് പുള്ളി എന്നെ പ്രഖ്യാപിച്ചേക്ക. അപ്പൊ ഇത്തരത്തിൽ കുറെ അലമ്പുകൾ വന്നു കൂടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയൊന്നും തോക്കാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് യേശുവിനെ നേരിട്ട് കണ്ട് അനുഭവിക്കണം. അത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയവർക്കൊക്കെ അങ്ങനെ കണ്ടാലേ തൃപ്തിയുള്ളൂ. സ്ഥിരമായിട്ട് പുറത്തു നിന്ന് കുർബാന കാണുന്നവന് ഭിത്തിയിലേക്ക് നോക്കിയാണ് അവൻ ജീവിതത്തിൽ കുർബാന കണ്ടിട്ടുള്ളൂ. പള്ളിയകത്ത് കയറി കുർബാന കണ്ടവനൊക്കെ, അല്ലെങ്കിൽ എന്താണ് കുർബാനയിൽ നടക്കുന്നതെന്ന് അറിയാത്ത ഏതെങ്കിലും 1-2 അട്ടപ്പാടികൾ പറഞ്ഞാൽ അതിനൊപ്പം തുള്ളാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ട് തന്നെ ഈ വരുത്തന്മാരെ വെച്ചിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അതിരൂപതയിൽ നിന്നുള്ളൊരു മെത്രാനെ തന്നെ ലഭിക്കാനുള്ള ശക്തമായ പ്രവർത്തനം. കാരണം അവനവന്റെ മണ്ണ് അവനവന് വലുതാണ്. എന്റെ മണ്ണ് എനിക്ക് വലുതാ. ആ മണ്ണിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കാ. എന്റെ കുടുംബം പോലെ കാത്തു സൂക്ഷിക്കാൻ, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഈ അതിരൂപതയെ പരിപാലിക്കണമെങ്കിൽ ഈ മണ്ണിൽ പിറന്നവനെ പറ്റൂ. മറ്റവനൊക്കെ ഇത് എങ്ങനെ പോയാലും കുഴപ്പമില്ല, ആ അവന് പൊടിയും തട്ടിക്കൊണ്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഈ സമരത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ജനിച്ച നമ്മുടെ ഒരു മകനെ നമുക്ക് മെത്രാനായി ലഭിക്കണം. അല്ലാതെയുള്ള ഒരു നടപടിയും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ കർദിനാൾ എവിടെ വേണമെങ്കിലും പോയിരുന്നോട്ടെ, നമുക്ക് ഒരു വിരോധമില്ല. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ സഭയ്ക്ക് സ്വയംഭരണാവകാശം എന്ന് ലഭിച്ചോ അന്ന് തുടങ്ങി നമ്മുടെ കഷ്ടകാലം. ഇതിന്റെ ചരിത്രത്തിലേക്കൊക്കെ കടന്നു പോയാല് വലിയ നമുക്ക് പറ്റിയ മണ്ടത്തരങ്ങള് നമ്മുടെ അച്ഛന്മാര് ഈ കുഞ്ഞാടുകളെ പോലെ നടന്നതാ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായതാണ്. വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ പഠിച്ച സെബാസ്റ്റ്യൻ കാഞ്ഞിരത്തിങ്കൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം റോമിൽ പഠിച്ചപ്പോ അദ്ദേഹം പാറക്കാട്ടിൽ പിതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവേ, അങ്ങ് നല്ലൊരു ആധ്യാത്മിക ഗുരുവാണ്, പക്ഷേ ഇവിടെ കളി വേറെ നടക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മധ്യസ്ഥായിലുള്ള ആൾക്കാരെന്ന പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും വിവരമുള്ളവനുമല്ല, ഏറ്റവും വിവരം ഇല്ലാത്തവനുമല്ല, ഇടയ്ക്കുള്ളവൻ. അവരെ സ്ഥിരമായിട്ട് ഈ നമ്മുടെ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ ചായ മേടിച്ചു കൊടുക്കാൻ നിർത്തിയേക്കണ പോലെ നിർത്തിയേക്കാണ്. എന്തിനാണെന്നറിയാമോ? അവിടെയുള്ള ആൾക്കാരൊക്കെ കയ്യിലെടുക്കാനാണ്. അങ്ങനെ കയ്യിലെടുത്തതിന്റെ ഭാഗമാണ് ഇപ്പൊ ഒരാൾക്ക് ഒരു പട്ടം കൊടുത്തത്. നമ്മളൊക്കെ കണ്ടതാണ്.
എത്ര ദയനീയമായിരുന്നു. ഒരു മാർപ്പാപ്പ വെച്ചു കൊടുക്കേണ്ട തൊപ്പി മാറ്റി വേറെ തൊപ്പി വെച്ചു കൊടുത്തുകൊണ്ട് അടുത്ത തൊപ്പി വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്തൊരു സാധനം എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അത്ര ദാരുണമായിട്ട് മാറിപ്പോയെങ്കിൽ അതിന്റെ പുറകിലുള്ള കൽദായവൽക്കരണത്തിന്റെ കളി എന്താണെന്ന് ആ ബിഷപ്പിന്റെ ഭാഷ പറഞ്ഞു. നമ്മുടെ ഒരു പുത്രൻ നമ്മുടെ ലത്തീനീകരണത്തിൽ നിന്ന് മാറി സ്വന്തം ഉടുപ്പും സ്വന്തം പാരമ്പര്യം അനുസരിച്ചുള്ള തൊപ്പിയും മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളെ വേണ്ടു കളി എങ്ങോട്ടാ പോണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമരം എന്ന് പറയുന്നത് ശക്തമായി നമ്മൾ അനുഭവിക്കുന്ന ഈശോയുടെ സ്നേഹത്തെ അനുഭവിക്കുന്ന, ഈശോയെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഞങ്ങൾ സമീക്ഷയില് ബഹുമാനപ്പെട്ട സണ്ണി പൈനാടത്ത് അച്ഛന്റെ ഒപ്പം ഇരുന്ന് വട്ടത്തിലിരുന്ന ഒരു കുർബാന ഞങ്ങൾ ചെല്ലി. അവിടെ നടക്കുന്ന പരിപാടികളിൽ അത് ശരിക്കു പറഞ്ഞാൽ അത്തരത്തിലുള്ള കുർബാന അനുഭവിച്ചവർക്ക് ഈ കുർബാന ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ കൈകളിലേക്ക് അപ്പവും മീഞ്ഞും പകർന്നത് മാറി മാറി തന്ന് വട്ടത്തിലിരുന്ന് ഒരു കുടുംബം പോലെ ഒരു കൂട്ടായ്മയുടെ സുഖം അനുഭവിച്ചവർക്ക് വിശുദ്ധ കുർബാനയെ തിരിച്ചറിയാം. അൾത്താരം മൂടിയിട്ട് പ്രാർത്ഥിക്കുന്നവനോട് എന്തു പറയാനാണ്? കാഞ്ഞപ്പള്ളിയിലെ അൾത്താരായ ഫ്രണ്ടിൽ കൊണ്ടൊരു കാട്ടനിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞങ്ങളുടെ ഒരു പയ്യൻ അതിന്റെ മുമ്പിൽ കാട്ടനിട്ടുകൊണ്ടുള്ള ഒരു പടം ഇട്ടു. അങ്ങനെ ഒരു പടം വന്നപ്പോൾ തന്നെ ആൾക്കാർ പൊളിച്ച തെറിയാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരട്ടെ കട്ടനടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ട് പകർന്നു കിട്ടിയ രണ്ടാമത്തെ സൂനകദോസിന്റെ കൃത്യമായ പഠനങ്ങളുടെ ഭാഗമായി നമുക്ക് അനുവദിച്ചു കിട്ടിയ വിശുദ്ധ കുർബാനയെ സംരക്ഷിക്കാനും നമ്മുടെ സ്വത്ത് വകകൾ സംരക്ഷിക്കാനും അതിന് കൃത്യമായി ഒരു സംവിധാനം ഇതോടുകൂടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നേരിന്റെ മാർഗവും സത്യത്തിന്റെ മാർഗവും നമുക്ക് വേണം. പക്ഷേ ഇനിയും ഇത് പറഞ്ഞ് നമ്മള് ഈ കുഞ്ഞാടുകളെ പോലെ നടന്നാൽ ഈ കുഞ്ഞാടുകളെ എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒതുക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായി സമരമായി മാറണം നമ്മുടെ ഈ സമരം. ബഹുമാനപ്പെട്ട ജോയ്സ് അച്ഛൻ ഇത് അങ്കമാലിയിൽ 2ാം വട്ടമാണ്. ഇതിക്ക് മുൻപ് മദ്യനിരോധന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ 4 ദിവസത്തെ ഒരു സമരം നയിച്ചതാണ്. ആ സമരം ഞങ്ങൾക്ക് വിജയിച്ചു എന്ന് തന്നെ 100% അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ചാരായ ഷാപ്പുകൾ പൂട്ടിയപ്പോ ഞങ്ങളുടെയൊക്കെ നാട്ടില് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു. കാരണം മുട്ടിനുള്ള ചാരായ ഷാപ്പുകൾ നിന്ന് പോയപ്പോ ഇപ്പോ ചാരായ ഷാപ്പിന് പകരം ബാറ് കൊടുത്തുകൊണ്ട് ഈ സർക്കാർ ജനങ്ങളെ സഹായിക്കാന്നാ പറയാ. കാരണം ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെന്നാ പറയണേ. കാലടിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാഞ്ഞൂർ ഇപ്പൊ 4ാമത്തെ വരാൻ പോവാണ്. അന്നത്തെ കാലത്ത് അത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്നുമുള്ള സമര പരിപാടികൾക്ക് ശക്തമായ ഒരു പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ ഇടവകകളിൽ നിന്ന് ശക്തമായ നേതൃത്വത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്നും ഈ വിശുദ്ധ കുർബാന സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങളൊക്കെ ഒപ്പമുണ്ടാകും. ആ ധൈര്യം നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ജോയ്സച്ചൻ ആരംഭിച്ചിരിക്കുന്ന ഈ നിരാഹാരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടാനുള്ള ശക്തമായ നേതൃത്വം നമുക്കുണ്ട് എന്ന് തെളിയിക്കുന്ന അസത്യത്തിനും അധർമ്മത്തിനുമെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ക്രിസ്തീയ സഭയാണ് നമ്മുടെ സഭ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നിരാഹാര സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.